ആരാണ് ഞാൻ എന്ന ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എവിടെ നിന്നാണ് ഞാൻ വന്നത് എന്ന ചോദ്യം. മൂന്നാമത്, എങ്ങനെയാണ് ഇവിടെ ഞാൻ ജീവിക്കേണ്ടത് എന്ന ചോദ്യം. നാലാമത്തെ ചോദ്യം, ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്തെന്ന് ചോദ്യം. ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കിട്ടിയേ നമുക്ക് മതിയാവും. ആ ഉത്തരമാണ് യഥാർത്ഥത്തിൽ നമ്മൾ അന്വേഷിക്കുന്നത്. നമുക്ക് മുന്നിൽ അന്വേഷിക്കാനുള്ള കൃത്യമായ പ്രമാണം ഖുർആനാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ജീവിതമാണ്, ഹദീസുകളാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റുമുള്ള നമ്മൾ കാണുന്ന അറിയുന്ന ഈ മഹാപ്രപഞ്ചമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ചോദിക്കുകയും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം മനസ്സിലാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ വസിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സട്ടാവും സംരക്ഷകനുമായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ സാധ്യമാം വിധം ജീവിതത്തിൽ പകർത്താൻ ബോധപൂർവം പരിശ്രമിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഈ വിഷയത്തിൻ്റെ തലക്കെട്ട് ആരാണ് ഞാൻ, മനുഷ്യാസ്തിത്വം അന്വേഷിച്ചുകൊണ്ടുള്ള, മനുഷ്യാസ്തിത്വം തേടിയുള്ള അന്വേഷണം എന്നതാണ് നമ്മുടെ തലക്കെട്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇസ്ലാഹി പ്രബോധന പ്രവർത്തന മേഖലയിൽ മുന്നോട്ട് പോവുകയാണ്. പലപ്പോഴും ഇന്നത്തെ വളരുന്ന ചെറുപ്പക്കാരുടെ മനസ്സുകളെ, ഹൃദയങ്ങളെ ഇന്നിൻ്റെ കാലത്തെ വികൃത ചിന്തകൾ സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കാൻ പലപ്പോഴും ബോധപൂർവം ലിബറൽ ചിന്തകൾ വെച്ച് പുലർത്തുന്ന ആളുകളും എത്തിസ്റ്റ് ചിന്തകൾ വെച്ച് പുലർത്തുന്ന ആളുകളും നിരീശ്വര നിർമ്മതവാദികളും ജീവിതം തന്നെ പരമാവധി അടിച്ചു പൊളിച്ച് ആസ്വദിക്കാനുള്ളതാണ് എന്ന ചിന്തകളെല്ലാം പ്രചരിപ്പിക്കുന്നതിനിടയിൽ അത്തരം വസ്വാസുകളിൽ നമ്മൾ പെട്ടുപോകരുത്. അതിന് നമ്മളെക്കുറിച്ച് അറിയണം. നമ്മുടെ അത്ഭുതകരമായ സൃഷ്ടി സംവിധാനത്തിൻ്റെ പിന്നിലുള്ള റബ്ബിൻ്റെ ഇടപെടൽ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ആരാണ് ഞാൻ എന്ന ചോദ്യം ഇവിടെ ഏറെ പ്രസക്തമാണ്. ബുദ്ധിയും വിവേകവുമുള്ള മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ജന്മം കൊള്ളുന്ന മൂർച്ചയുള്ള ചില ചോദ്യങ്ങളുണ്ട്. അതിലൊന്നാണ് ആരാണ് ഞാൻ എന്ന ചോദ്യം. അതോടൊപ്പം തന്നെ നമ്മുടെ മനസ്സിൽ ജന്മം കൊള്ളുന്ന ചോദ്യങ്ങളിലൊന്നാണ് എവിടെ നിന്നാണ് ഞാൻ വന്നത് എന്ന ചോദ്യം. കൂടാതെ നമ്മുടെ ഹൃദയങ്ങളിൽ ജന്മം കൊള്ളുന്ന വളരെ പ്രസക്തമായ ചോദ്യങ്ങളിലൊന്നാണ് എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത് എന്ന ചോദ്യം. നാലാമതായി നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമെന്തെന്ന് ചോദ്യം. ഈ 4 ചോദ്യങ്ങൾ ആഴത്തിൽ നമ്മൾ അറിയുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ആരാണ് ഞാൻ എന്ന ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, എവിടെ നിന്നാണ് ഞാൻ വന്നത് എന്ന ചോദ്യം. മൂന്നാമത്, എങ്ങനെയാണ് ഇവിടെ ഞാൻ ജീവിക്കേണ്ടത് എന്ന ചോദ്യം. നാലാമത്തെ ചോദ്യം, ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്തെന്ന് ചോദ്യം. ഈ ചോദ്യങ്ങൾക്ക് നമ്മൾ ഉത്തരം കിട്ടിയേ നമുക്ക് മതിയാവും. ആ ഉത്തരമാണ് യഥാർത്ഥത്തിൽ നമ്മൾ അന്വേഷിക്കുന്നത്. നമുക്ക് മുന്നിൽ അന്വേഷിക്കാനുള്ള കൃത്യമായ പ്രമാണം ഖുർആനാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ്റെ ജീവിതമാണ്, ഹദീസുകളാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ചുറ്റുമുള്ള നമ്മൾ കാണുന്ന അറിയുന്ന ഈ മഹാപ്രപഞ്ചമാണ്. അതുകൊണ്ട് നമ്മൾ ഈ ചോദ്യങ്ങൾ നമ്മുടെ ഹൃദയത്തോട് ചോദിക്കുകയും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം മനസ്സിലാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നമ്മൾ നടത്തുമ്പോൾ നമ്മൾ വസിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിലേക്ക് തിരിച്ചു പോകേണ്ടതുണ്ട്. ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ച നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാം. ലക്ഷക്കണക്കിന് കോടാനുകോടി നക്ഷത്രങ്ങളും അതോടൊപ്പം തന്നെ വാൽനക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എന്ന് തുടങ്ങി അത്ഭുതകരമാണ് ഈ മഹാപ്രപഞ്ചം. ഈ വിശാലമായ പ്രപഞ്ചത്തിൻ്റെ എവിടെയോ ഒരു കോണിലാണ് നമ്മളുള്ളത്. ഇവിടെയൊന്നും നമുക്ക് എത്തിപ്പെടാൻ പോലും കഴിഞ്ഞിട്ടില്ല. ഇന്നും ശാസ്ത്രലോകം പറയുന്നത് ഇനിയും ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട്, ഇനിയും ഒരുപാട് നമുക്ക് എത്താനുണ്ട് എന്നാണ്. ഇനിയും ഒരുപാട് പഠിക്കാനും ഇനിയും ഒരുപാട് എത്തേണ്ട ഇടങ്ങളും എല്ലാം ഉണ്ടായിട്ട് പോലും എവിടെയോ ലോകത്തിൻ്റെ ഒരു കുഞ്ഞു കോർണറിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ മഹാസംഭവമാണ് എന്ന ധാരണയാൽ, ഞാനെന്ന ഭാവത്താൽ സട്ടാവായ ഉടയവൻ്റെ അസ്തിത്വത്തെ തന്നെ വെല്ലുവിളിച്ച് എന്തു പടച്ചോൻ, എവിടെ പടച്ചോൻ, എങ്ങനെ പടച്ചോൻ എന്നൊക്കെ ചോദിക്കുന്നതിനിടയിൽ നമ്മൾ അധിവസിക്കുന്ന ഈ മഹാപ്രപഞ്ചം നമുക്കായി ഒരുക്കിയ റബ്ബിനെ നമുക്ക് എങ്ങനെയാണ് തള്ളിക്കളയാനാവുക?
ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ചുള്ള അന്വേഷണം നമ്മെ കൊണ്ടെത്തിക്കുന്നത് അള്ളാഹുവിൻ്റെ വരികൾ. അള്ളാഹു പറയുകയാണ്, അതെ, അവലം യറല്ലദീന കഫറു അന്നസ്സമാവാതി വല്ലർള ഖാനത റത്ഖൻ ഫഫതഖ്നാഹുമാ എന്ന അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ഒരു ആയത്ത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അവലം യറല്ലദീന കഫറു السماوات والأرض كانتا رتقا ففتقناهما وجعلنا من الماء كل شيء حي أفلا يؤمنون. ഈ മഹാപ്രപഞ്ചത്തെക്കുറിച്ച് ശാസ്ത്രലോകം പറയുന്നത് ഇതെല്ലാം ഒരു പിണ്ഡമായിരുന്നു, ഒരുമിച്ചായിരുന്നു, ഒരു മാസ് എഗ്ഗായിരുന്നു. പിന്നെ അത്ഭുതകരമായ പൊട്ടിത്തെറിയിലൂടെയാണ് ഈ മഹാപ്രപഞ്ചം ഈ താളപ്പൊരുത്തത്താൽ സംവിധാനിക്കപ്പെട്ടത് എന്നാണ് ഇന്നത്തെ ആധുനിക ശാസ്ത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാക്കിലും വർത്തമാനത്തിലും പ്രയോഗത്തിലും അശാസ്ത്രീയമായ ഒരു പരാമർശവുമില്ല എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ ഒരു സയൻസ് ബുക്കൊന്നുമല്ല. ഖുർആൻ ലോകത്തിന് ശാസ്ത്രം പഠിപ്പിക്കാൻ വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചതല്ല. ആരെന്ന് പഠിപ്പിക്കാൻ, അള്ളാഹുവിൻ്റെ റസൂൽ ആരെന്ന് പഠിപ്പിക്കാൻ, ഈ ലോകം എന്തിനാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്ന് പഠിപ്പിക്കാൻ, മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യവും താല്പര്യവും എന്തെന്ന് പഠിപ്പിക്കാൻ, നന്മയും തിന്മയും പഠിപ്പിക്കാൻ ഒക്കെയാണ് പടച്ചറബ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. ആ വിശുദ്ധ ഖുർആൻ മാനവർക്ക് മാർഗദർശനം നൽകുന്ന വർത്തമാനങ്ങൾ പറയുന്നതിനിടക്ക് ചില പരാമർശങ്ങൾ നടത്തുന്നുണ്ട്. അത് ചരിത്രപരമായ പരാമർശമാകാം, ശാസ്ത്രീയമായ പരാമർശമാകാം, മറ്റു വിഷയങ്ങളിലുള്ള പരാമർശങ്ങളാവാം. അവിടങ്ങളിൽ എവിടെയും ഒരബദ്ധവും ഉണ്ടാവില്ല എന്നത് വിശുദ്ധ ഖുർആനിന്റെ മഹത്വത്തിന്, അതിൻ്റെ ദൈവീകതക്കുള്ള ഉജ്ജ്വലമായ അതിശക്തമായ തെളിവാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഈ മഹാപ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നടത്തിയ ഈ പരാമർശങ്ങൾ നമ്മെ ആഴത്തിൽ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ഈ വിശാലമായ മഹാപ്രപഞ്ചം നമുക്കായി ഒരുക്കി തന്ന പടച്ചറബ്, നമ്മൾ വസിക്കുന്ന ഈ മഹാപ്രപഞ്ചത്തിലെ ഒരു കുഞ്ഞു ഗ്രഹം മാത്രമാണ് നമ്മൾ വസിക്കുന്ന ഭൂമി. ആ ഭൂമിയെ പോലും നമുക്ക് ജീവിക്കാനും നമ്മുടെ ജീവ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനും എത്ര അത്ഭുതകരമായി കൊണ്ടാണ് അള്ളാഹു നമുക്കതിനെ സംവിധാനിച്ചു തന്നത് നിങ്ങൾക്ക് കാണാം. അലം നജ്അലിൽ അർദ മിഹാദാ വൽജിബാല ഔതാദാ. എത്ര പർവ്വതം ലോകത്തുണ്ട് എന്ന് നമ്മൾ അന്വേഷിക്കുകയാണെങ്കിൽ ശാസ്ത്രലോകം പറയുക കൃത്യമായി എണ്ണം പറയാൻ കഴിയില്ല എന്ന്. ഏകദേശം എന്ന് പറഞ്ഞൊരു ഒഴുക്കം മട്ടിൽ ഒരു കണക്ക് പറയാൻ കഴിഞ്ഞേക്കാം. പക്ഷെ കൃത്യമായി എത്ര പർവ്വതങ്ങൾ, ചെറുത് മുതൽ ഒരു മീഡിയം റേഞ്ചുള്ളത് മുതൽ അല്ലെങ്കിൽ വലിയ വമ്പൻ പർവ്വതം മുതൽ ഇങ്ങനെ ഓരോന്നും എണ്ണുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് നമുക്ക് ചുറ്റും ചെറുതും വലുതുമായ ഒരുപാട് പർവ്വതങ്ങളെ അള്ളാഹു ഒരുക്കി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ഈ സ്ക്രീനിൽ കണ്ട ഈ നദികൾ, ലോകത്തെത്ര നദിയുണ്ട് എന്ന ചോദ്യത്തിനും അതെ, ഒരുപാട്, 1000 10,000 ലക്ഷക്കണക്കിന് നദികൾ ലോകത്തിന്റെ വിവിധ കോണുകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്. ചരിത്രത്തിൽ അടയാളപ്പെടുത്തലുകൾ നടത്തിയ നദികളുണ്ട്. നൈലിന്റെ ചരിത്രം നമുക്കറിയാം, യൂഫ്രട്ടീസിന്റെ ചരിത്രം നമുക്കറിയാം. അതേപോലെ തന്നെ ലോകത്തിന്റെ വ്യത്യസ്ത ഇടങ്ങളിൽ കുഞ്ഞു കുഞ്ഞു അരുവികളും തോടുകളും കനാലുകളുമായി വെള്ളം നമ്മെ അത്ഭുതപ്പെടുത്തുകയാണ്. അതിനേക്കാൾ മഹാത്ഭുതമാണ് നമ്മുടെ സമുദ്രവും. കണ്ണെത്താ ദൂരെ പരന്നു കിടക്കുന്ന സമുദ്രവും മലകൾക്കിടയിലൂടെയും അതേപോലെ തന്നെ മരങ്ങൾക്കിടയിലൂടെയും ഒഴുകുന്ന പുഴകളും നദികളും അരുവികളും ചെറിയ തോടുകളും കനാലുകളുമെല്ലാം ഈ മഹാപ്രപഞ്ചം അള്ളാഹു നമുക്കായി ഒരുക്കി തന്നതിൻ്റെ സുന്ദര കാഴ്ചകളാണ്. ഓരോ ദിവസവും നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നത്. നമ്മൾ നടന്നു പോകുന്ന, നമ്മൾ വസിക്കുന്ന എറണാകുളം ജില്ലയിൽ പോലും അതെ, പെരിയാറും നമ്മുടെ കൺമുന്നിലുള്ള അള്ളാഹുവിനെ കുറിച്ചുള്ള ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. അറബിക്കടൽ ശക്തമായ ഓർമ്മപ്പെടുത്തലാണ്. ഈ മഹാപ്രപഞ്ചം നമുക്കായി അള്ളാഹു ഒരുക്കി തയ്യാറാക്കിയതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ദിനേന കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, അക്കൂട്ടത്തിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ പർവ്വതങ്ങളും അതേപോലെ തന്നെ പുഴയും നദിയും സൗകര്യങ്ങളും എല്ലാം ഒരുക്കി തന്ന റബ്ബ് ഈ ഭൂമിയെ, വരണ്ട് വിണ്ട് കീറിയ ഭൂമിയെ എത്ര അത്ഭുതകരമായി കൊണ്ടാണ് ജീവസുറ്റതാക്കുന്നത് എന്നുകൂടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ കഴിയും. വമാ മിൻ ദാബത്തിൻ ഫിൽ അർദി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വയഅലമു മുസ്തഖറഹാ വമുസ്തൗദഅഹാ
كل في كتاب. അള്ളാഹുവിൻ്റെ വല്ലാത്ത അത്ഭുതമാണത്. നിങ്ങൾ നോക്കി, നല്ല വേനൽക്കാലത്ത് ഭൂമിയെല്ലാം വരണ്ട് വിണ്ട് കീറി ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത് കാണാം. ഒരു കാഴ്ചയിൽ അവിടെ ഇനി ഒരു സാധ്യതയുമില്ല എന്ന് തോന്നുമാറുള്ള വരണ്ട കാഴ്ചകളായിരിക്കും അത്. പക്ഷേ ഒറ്റ മഴയിലൂടെ അത്ഭുതങ്ങൾ കാണുകയാണ്. പിന്നെ അവിടെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ, വരണ്ട് വിണ്ട് കീറി തളർന്നു കടന്ന ചത്ത് കിടക്കുന്ന ഭൂമിയെ ഒരു മഴയിലൂടെ അള്ളാഹു എങ്ങനെയാണ് ജീവസുറ്റതാക്കുന്നത്? നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ പിന്നെ നമ്മൾ കാണുകയാണ്. കുഞ്ഞു കുഞ്ഞു ചെടികൾ തലയുയർത്തി വരികയാണ്. അതെ, നെൽക്കതിരുകൾ, ഗോതമ്പ് മണികൾ എന്നു തുടങ്ങി ലോകത്തിൻ്റെ വിവിധ കോണുകളിലുള്ള എന്തെല്ലാം വിത്തുവർഗങ്ങളാണ്, ചെടികളാണ് തലയുയർത്തി നിന്ന് പച്ചിപ്പ് നൽകുകയും പുഷ്പങ്ങൾ നമ്മുടെ കണ്ണിന് ആനന്ദദായകമാവുകയും ചെയ്യുന്ന, വർണ്ണ കാഴ്ചകൾ ഒരുക്കുകയും ചെയ്യുന്ന അത്ഭുത കാഴ്ചകൾ ഉണ്ടാവുകയാണ്. അള്ളാഹ് പറഞ്ഞത് കേട്ട് മനസ്സിലാക്കുന്നവർക്ക് ഇതിൽ ആയത്തുണ്ട് എന്നാണ്, കണ്ടു മനസ്സിലാക്കുന്നവർക്ക് ആയത്തുണ്ട് എന്നാണ്. മനുഷ്യനെ മരിപ്പിച്ചതിന് ശേഷം രണ്ടാമത് പുനഃസൃഷ്ടിക്കുന്ന വർത്തമാനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹ് പറഞ്ഞത്, ചത്ത ഭൂമിയെ എങ്ങനെ അള്ളാഹു പുനഃസൃഷ്ടിക്കുന്നുവോ അതേപോലെ നിങ്ങൾ ഓരോരുത്തരും മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ആ മണ്ണിൽ നിന്ന് പുറത്തു കൊണ്ടുവരുമെന്ന് അള്ളാഹു ഉപമിക്കുന്നതും ഈ വരണ്ട ഭൂമിയെ ചൂണ്ടിക്കൊണ്ടാണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വരണ്ട ഭൂമിയെ ഒരുക്കി തയ്യാറാക്കാൻ കൽപ്പുള്ള പടച്ചറബന് നമ്മെ രണ്ടാമത് ഒരുക്കി തയ്യാറാക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന ഓർമ്മപ്പെടുത്തലുകളാണ് ഈ ആയത്തും ഈ കാഴ്ചകളും നമ്മെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കി, ലോകത്ത് എത്രങ്ങാനും ജന്തുജീവ വർഗ്ഗങ്ങളുണ്ട്. മനുഷ്യർ തന്നെ ഉണ്ട് 850 കോടിയിലധികം. ലോകത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകത്ത് ജനിച്ച് വളർന്ന് ഈ മണ്ണിൽ നിന്ന് വിട പറഞ്ഞു പോയ എത്ര കോടി മനുഷ്യരുണ്ട്. ഇപ്പൊ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് തന്നെ 850 കോടിയിലധികം വിട്ട് 900 കോടിയിലേക്ക് ഇങ്ങനെ മത്സരിച്ച് കുതിച്ചു ഓടുകയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാഷ്ട്രമായി ഇന്ത്യ മഹാരാജ്യം ഇന്ന് 1-ാം നമ്പറാണ്. ചൈനയെ പരാജയപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. നിങ്ങൾ നോക്കി, ഇനി ലോകത്തിന്റെ വിവിധ കോണുകളിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉമ്മമാരുടെ മാതാക്കളുടെ ഉദരങ്ങളിൽ വളർന്നുകൊണ്ടിരിക്കുന്ന എത്രയെത്ര ഇളം പൈതലുകളുണ്ട്. അവരുടെ കണക്ക് വേറെ പോകട്ടെ. ലോകത്ത് നമ്മൾ നമ്മുടെ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നതും കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തതുമായ ജീവനുള്ള എത്രയധികം ജീവവസ്തുക്കളുണ്ട്. അത് മൃഗങ്ങളാകട്ടെ, പറവകളാകട്ടെ, കടലിനടിയിലുള്ള മത്സ്യങ്ങളടക്കമുള്ള കടലിലെ അത്ഭുത ലോകങ്ങളാകട്ടെ, ഇതിനൊക്കെ അള്ളാഹു ഒരു റിസ്ക് നിശ്ചയിച്ചിട്ടുണ്ട്. കടലിൻ്റെ ആഴത്തിലുള്ളൊരു നീലത്തിമിംഗലം എന്ത് തിന്നണം, എത്ര കാലം അത് ജീവിക്കണം എന്ന് തുടങ്ങി, നമ്മൾ എത്ര കാലം ജീവിക്കണമെന്ന് തുടങ്ങി, നമ്മുടെ ഉപജീവനം എത്രയാണ് എന്ന് തുടങ്ങി, വളരെ നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ഉറുമ്പ് പോലും അതിൻ്റെ റിസ്ക് പോലും നിശ്ചയിച്ചവനാണ് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവ്. നിങ്ങൾക്കത് കാണാം അള്ളാഹുവിൻ്റെ വരികളിലൂടെ. والله أنزل من السماء ماء فأحيا به الأرض بعد موتها إن في ذلك لآية لقوم يسمعون. മനസ്സിരുത്തി വായിച്ചാൽ നമ്മുടെ കണ്ണ് നിറയുന്ന ആയത്താണിത്. കുല്ലും ഫീ കിതാബി മുബീൻ എന്നാണ് അള്ളാഹ് പറഞ്ഞത്. എല്ലാം അള്ളാഹുവിൻ്റെ വ്യക്തമായ രേഖയിലുണ്ട് എന്നാണ്. നമുക്ക് പലപ്പോഴും സങ്കടമാണ്. നമ്മുടെ ജോലി പോവോ, നമ്മുടെ പൗരത്വം നഷ്ടപ്പെടുമോ, നമ്മുടെ അസ്തിത്വം പോവോ, നമുക്ക് വോട്ട് പോവോ, ഇലക്ഷനിൽ വോട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് ഭീതികൾ, ലോകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കണ്ട് ഭീതിതമായ ഒരു മനസ്സുമായി നമ്മൾ പോവുകയാണ്. അതുപോയാൽ എൻ്റെ കച്ചവടം എന്താവും, എൻ്റെ ബിസിനസ് എന്താവും, ഞാൻ ദഅവത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ എൻ്റെ കുടുംബം ആര് നോക്കും, എൻ്റെ കച്ചവടം ആര് നോക്കും, അങ്ങനെ ഒരുപാട് ബേജാറുകളാണ് നമുക്കുള്ളത്. അള്ളാഹ് പറയാണ്, അള്ളാഹ് സൃഷ്ടിച്ചിട്ടുണ്ടോ നമ്മളെ? നമ്മുടെ റിസ്ക്കും അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അത് അള്ളാഹുവിൻ്റെ കൃത്യമായ രേഖയിലുണ്ട് എന്നാണ് അള്ളാഹ് പറയുന്നത്. നമ്മുടെ മാത്രമല്ല, നമുക്ക് ചുറ്റുമുള്ള സകല ജന്തുജീവവർഗങ്ങളുടെയും നിസാരമെന്ന് നമ്മൾ കരുതുന്ന ഒരു ഉറുമ്പിൻ്റെ റിസ്ക് വരെ, ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന ലക്ഷോപലക്ഷം പറവകളുടെ
ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകളുടെ മാത്രമല്ല, കടലിൻ്റെ അടിത്തട്ടിൽ നമ്മൾ കണ്ടതെത്രയുണ്ട്, ഇനിയും കാണാത്ത അത്ഭുത ലോകം എത്രത്തോളം ഉണ്ട്. അവിടെയുള്ള നിസാരമുള്ള ജന്തുവർഗങ്ങൾക്ക് വരെ അള്ളാഹു റിസ്ക് നിശ്ചയിച്ചിട്ടുണ്ട്. ആ റിസ്ക്കൊക്കെ അള്ളാഹുവിൻ്റെ കൃത്യമായ വ്യക്തമായ രേഖയിലുണ്ട് എന്നാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. നമ്മുടെ മനസ്സിന് എന്തെന്നില്ലാത്ത കരുത്തും അള്ളാഹു റാസിഖാണ് എന്ന അപാരമായ ഉറപ്പും നൽകുന്ന അള്ളാഹുവിൻ്റെ മൂർച്ചയുള്ള വരികളാണിത്. അങ്ങനെയുള്ള നമ്മെ അള്ളാഹു അത്ഭുതകരമായാണ് വാർത്തെടുത്തിട്ടുള്ളത്. മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ വ്യത്യസ്ത ഇടങ്ങളിൽ അള്ളാഹുവിൻ്റെ ചില പരാമർശങ്ങളുണ്ട്. ആ പരാമർശങ്ങളിൽ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത് ഈ വരണ്ട ഈ മണ്ണിൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന്, മണ്ണിൽ നിന്നാണ്, നിസാരം മണ്ണിൽ നിന്നാണ് നമ്മളെന്ന് നമ്മൾ അഹങ്കരിക്കുന്ന നമ്മുടെ അത്ഭുതകരമായ വാർത്തെടുക്കൽ എന്നാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ കുറിച്ച് അള്ളാഹുവിൻ്റെ വരികൾ നിങ്ങൾക്ക് കാണാം. أن خلقكم من تراب ثم إذا أنتم بشر تنتشرون. മണ്ണിൽ നിന്നാണ് അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത്. നമുക്ക് പോകേണ്ടതും അങ്ങോട്ട് തന്നെയാണ്. മണ്ണിൽ നിന്ന് ആദി പിതാവിനെ, മാനവരാശിയുടെ തുടക്കം പടച്ചറബ് കുറിക്കുമ്പോൾ അത്ഭുതകരമാണല്ലോ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതകരമായ സംവിധാനം. അള്ളാഹു ഖാലിഖാണ്, അള്ളാഹു അത്ഭുതകരമായ ഇടപെടൽ നടത്തുന്നവനാണ് എന്നതിൻ്റെ നേർചിത്രമല്ലേ നമ്മുടെ ഈ ശരീരം. നമ്മുടെ കാലിൻ ചുവട്ടിലുള്ള മണ്ണ് ചൂണ്ടിക്കാണിച്ചു തരികയാണ് പടച്ചവൻ. ഈ മണ്ണിൽ നിന്ന് ഇത്രയും സുന്ദരമായ രൂപത്തിൽ ഒരു മനുഷ്യനെ വാർത്തെടുക്കാൻ, ഒരു വലിയ തലമുറയെ സംവിധാനിക്കാൻ കഴിഞ്ഞവനാണതാ. അത് അള്ളാഹുവിൻ്റെ അത്ഭുതകരമായ ആയത്താണെന്നാണ്. ഒമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ആയത്ത് തുടങ്ങുന്നത് തന്നെ. നിങ്ങളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അള്ളാഹുവിൻ്റെ വർത്തമാനം, നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് വർത്തമാനം, അത് അള്ളാഹുവിൻ്റെ അത്ഭുത ദൃഷ്ടാന്തമാണ് എന്നാണ്. നിസ്സാര കാര്യമല്ല. ആ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഈ ലോകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിയുടെ സൃഷ്ടിപ്പിന് ശേഷം ലോകത്ത് എത്ര കോടി മനുഷ്യരാണ് ജനിച്ച് ജീവിച്ച് വിട പറഞ്ഞു പോയിട്ടുള്ളത്. ഇപ്പോഴും ആ പ്രവാചകൻ്റെ ആ ആദിപിതാവിൻ്റെ പിന്തലമുറക്കാരായി നമ്മളും ഈ മണ്ണിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സൃഷ്ടിപ്പ് തന്നെ ആരാണ് ഞാനെന്ന മൂർച്ചയുള്ള ചോദ്യത്തിൽ നമ്മുടെ സൃഷ്ടിപ്പിനും അള്ളാഹു ഉത്തരം നൽകുന്ന വരികൾ നമുക്ക് കാണാം. لقد خلقنا الإنسان في أحسن تقويم. സഹോദരങ്ങളെ, മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവനെ ഈ കോലത്തിൽ ഒരു അത്ഭുതമാക്കിയിട്ടാണ് പടച്ചറബ് വാർത്തെടുത്തിട്ടുള്ളത്. നമ്മുടെ തലച്ചോറ് ഒരു മഹാത്ഭുതമാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവവും അത്ഭുതമാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ DNA-യും കോശവും അത്ഭുതമാണ്. നിസാരമൊഴി മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ ഈ അത്ഭുത രൂപത്തിൽ അള്ളാഹു സൃഷ്ടിച്ചു വാർത്തെടുത്തിട്ട് അള്ള പറയാണ് അഹ്സനി തഖ്വീം, ലഖദ് ഖലഖനൽ ഇൻസാന ഫി അഹ്സനി തഖ്വീം. അഹ്സൻ എന്ന പ്രയോഗം നമ്മൾ അറിയണം. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ ബാങ്ക് വിളിക്കുമ്പോൾ അള്ളാഹു അക്ബർ എന്നാണ് പറയാറ്. അള്ളാഹു കബീർ എന്നല്ല നമ്മൾ ബാങ്ക് വിളിക്കാറ്. അക്ബർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലുത് എന്നാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഇനി വേറെ വലുതില്ല. വലുതിൻ്റെ മഹത്വത്തിൻ്റെ ഏറ്റവും ഉന്നതമായ തലത്തിനെയാണ് അറബി ഭാഷയിൽ അഹ്സൻ എന്ന് പറയുക. മലയാള ഭാഷയിൽ അതിൻ്റെ പരമാവധി മാക്സിമം പ്രയോഗം വലിപ്പത്തിൻ്റെ, ഔന്നത്യത്തിൻ്റെ, മഹത്വത്തിൻ്റെ പരമകാഷ്ഠ എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്താനേ പറ്റൂ. എന്നാൽ ആ അറബി ഭാഷയിലെ പ്രയോഗം മലയാള ഭാഷയിലെ എന്നല്ല, ലോകത്തെ എല്ലാ ഭാഷയെയും അതിജയിക്കും വിധം അതിൻ്റെ സുന്ദരമായ പൂർണ്ണതയെ വ്യക്തമാക്കുന്ന പ്രയോഗമാണ് അറബി ഭാഷയുടെ പ്രത്യേകത. അതുകൊണ്ടാണ് അള്ളാഹു മനുഷ്യ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, ഏറ്റവും നല്ല ഘടന, അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഘടനയല്ല. അത്ര തികവോടെ, അത്ര മികവോടെ, അത്ര പൂർണ്ണതയോടെയാണ് അള്ളാഹു മനുഷ്യനെ, നമ്മെ വാർത്തെടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള നമ്മളെക്കുറിച്ച് ചിന്തിക്കണ്ടേ? ഇത്രയധികം അത്ഭുതകരമായി വാർത്തെടുക്കപ്പെട്ട നമ്മളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. അള്ളാഹു പറയാണ് ഫല്യൻദുറിൽ ഇൻസാന മിമ്മ ഖുലിഖ്. അത് നിങ്ങൾക്ക് കാണാം, ആ ആയത്തും അതിൻ്റെ വീഡിയോ പ്രസന്റേഷൻ. فلينظر الإنسان مما خلق من ماء دافق أفرأيتم ما تمنون أأنتم
أأنتم تخلقونه أم نحن الخالقون. രണ്ടായത്താണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, അള്ളാഹു നമ്മളോട് ചോദിക്കുകയാണ്, ഇത്രയൊക്കെ ആയ നിങ്ങൾ ഫല്യന്ദുറിൽ നിസ്സാന മിമ്മ ഖുലിഖ്, മനുഷ്യ നീ ആരാണെന്ന് നീ എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഫല്യന്ദുറിൽ നിസ്സാന മിമ്മ ഖുലിഖ്, നീ എന്തൊന്നില്ല എന്നാണ് സൃഷ്ടിക്കപ്പെട്ടത്, നീ എവിടെ നിന്നാണ് വന്നത്, നിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് നീ ചിന്തിക്കേ. ഫല്യന്ദുറിൽ നിസ്സാന മിമ്മ ഖുലിഖ് ഖുലിഖ മിമ്മാ ഇൻ ദാഫിക്, തെറിച്ചു വീഴുന്ന ബീജകണങ്ങളിൽ നിന്ന്, അല്ലെങ്കിൽ വെള്ളത്തുള്ളികളിൽ നിന്ന്, ശുക്ലങ്ങളിൽ നിന്ന്, ബീജകണങ്ങളിൽ നിന്നാണ് നിന്റെ സൃഷ്ടിപ്പ് എന്നാണ് അള്ളാഹു നമ്മോട് പറയണത്. പിന്നെയും വിശുദ്ധ ഖുർആനിൽ 56-ാം അധ്യായം സൂറ വാഖിയയിൽ 58-59 ആയത്തിലൂടെ അള്ളാഹു പറയുന്ന വർത്തമാനമുണ്ട്. ഖുൽ അഫറഅയ്തും മാ തുംനൂൻ, നിങ്ങൾ ശ്രവിക്കുന്ന ബീജഗണങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. എന്നിട്ട് അള്ളാഹു വളരെ ശ്രദ്ധേയമായൊരു ചോദ്യം നമ്മളോട് മുന്നോട്ട് വെക്കുകയാണ്, ഇതിനെ സൃഷ്ടിച്ചത് നിങ്ങളോ അതോ ഞാനോ? അല്ലാഹു ചോദിക്കുകയാണ് നമ്മളോട്, ഇതിനെ സൃഷ്ടിച്ചത്, ഈ ബീജഗണങ്ങളെ സൃഷ്ടിച്ചത് നിങ്ങളോ അതോ ഞാനോ? അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. ഈ ബീജഗണത്തെക്കുറിച്ച് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഒരു ബീജത്തിൻ്റെ ഘടന നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഇതാണ്, ആള് നിസാരനാണ്. പക്ഷേ ഒരു പുരുഷൻ ശ്രവിക്കുന്ന സമയത്ത് അവൻ ബീജസങ്കലനം നടക്കുക എന്ന അത്ഭുത പ്രക്രിയ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പുരുഷ ശ്രവിക്കുന്ന ശുക്ലത്തിൽ മൊത്തം ഏകദേശം 200 കോടി ബീജങ്ങളുണ്ടാകും. 200 കോടി. ഒരു മില്ലി ലിറ്റർ ശുക്ലത്തിൽ ഏകദേശം 20 കോടി മുതൽ 40 കോടി വരെ ബീജഗണങ്ങൾ ഉണ്ടാകും. ഈ ബീജഗണത്തിൽ 2 കോടിയിൽ താഴെയാണ് എങ്കിൽ, ആ സംഖ്യ പൂർണ്ണമായിട്ടില്ല എങ്കിൽ ബീജസങ്കലനം നടക്കില്ല. നിങ്ങൾ നോക്കി, 2 കോടിയിൽ കുറവാണെങ്കിൽ ബീജസങ്കലനം നടക്കില്ല. ഈ പറയുന്ന 200 കോടി ബീജങ്ങൾ അണ്ടത്തെ ലക്ഷ്യമിട്ട് മത്സരിച്ച് ഓടി കുതിച്ചു മുന്നോട്ട് പോകും. ആരാണ് അവർക്ക് ഈ വഴി കാണിച്ചു കൊടുത്തത്? അവിടെ അണ്ടമുണ്ടെന്നും ഈ വഴിയിലൂടെ മത്സരിച്ച് പോകണമെന്നും ആരാണ് ഇവക്ക് പഠിപ്പിച്ചു കൊടുത്തത്? അങ്ങനെ കുതിച്ചു പായാനുള്ള വാല് അതിന് കൊടുത്തു. ആ വാലിൻ്റെ സഹായത്തോടു കൂടെയാണ് തലയും കഴുത്തും ഉടലും വാലുമുള്ള ബീജഗണങ്ങൾ അതിവേഗം അണ്ടത്തെ ലക്ഷ്യമിട്ട് കുതിച്ചു പോവുകയാണ്. എന്നാൽ ഈ 200 കോടി ബീജത്തിൽ നിന്ന് തികവൊത്ത ലക്ഷണമൊത്ത ഒരൊറ്റ ഒന്നിന് മാത്രമാണ് അണ്ടത്തിലേക്ക് ലയിക്കാൻ കഴിയുകയുള്ളൂ. ബാക്കി ഈ ലയിക്കുന്ന ബീജമാകട്ടെ അതിൻ്റെ തലഭാഗം മാത്രമാണ് അതിലേക്ക് സന്നിവേശിപ്പിക്കപ്പെടുക. ബാക്കിയുള്ളതിൻ്റെ കഴുത്തും അതിൻ്റെ ഉടലും അതിൻ്റെ വാലും തിരസ്കരിക്കപ്പെടും. 200 കോടി ബീജഗണങ്ങളിൽ ഒരേ ഒന്ന് മാത്രം, ബാക്കിയെല്ലാം നിസ്സഹരിക്കപ്പെടും, അല്ലെങ്കിൽ പിന്തിരിയപ്പെടും. അതിൻ്റെ ഫലശൂന്യമാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. ഒറ്റൊന്നിനെ മാത്രം പടച്ചറബ് സെലക്ട് ചെയ്യും. അങ്ങനെ അത്ഭുതകരമായി കൊണ്ടാണ് അള്ളാഹു നമ്മെ വാർത്തെടുത്തത്. ഇതിനെക്കുറിച്ച് മാത്രം പഠിക്കുകയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ നമ്മൾ സുജൂദ് ചെയ്യും. അല്ലാഹ് ഇത്രേ പറഞ്ഞുള്ളൂ, ഫല്യൻദുറിൽ ഇൻസാന മിമ്മ ഖുലിഖ് ഖുലിക മിമ്മാ ഇൻ ദാഫിക് അഫറഅയ്തും മാ തുംനൂൻ അൻതും തഖ്ലുഖൂനഹു അം നഹ്നുൽ ഖാലിഖൂൻ. നിങ്ങളാണോ ഇതിനുണ്ടാക്കിയത് അതോ ഞാനോ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യത്തിൻ്റെ മുന്നിൽ നീയാണ് റബ്ബേ എന്ന് പറഞ്ഞ് സുജൂദ് ചെയ്യാൻ ഇതിലപ്പുറം എന്ത് ആയത്താണ് നമുക്ക് വേണ്ടത്? ഇതിലപ്പുറം എന്തിനാണ് നമ്മുടെ അഹങ്കാരത്തെ നമ്മൾ തലയിൽ ചേർത്ത് പിടിക്കുന്നത്? വലിച്ചെറിയുക, അള്ളാഹുവിൻ്റെ മുന്നിൽ വിനയാന്വിതരാവുക. ഇനി നമ്മുടെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായ ഈ ബീജഗണത്തിൽ നിന്ന് എങ്ങനെയാണ് അണ്ടവുമായി കൂടിച്ചേർന്ന് അള്ളാഹു നമ്മെ വാർത്തെടുത്തതിൻ്റെ വീഡിയോ വിശുദ്ധ ഖുർആന്റെ ആയത്തുകളുടെ പിൻബലത്തോടെ നമുക്ക് കാണാം. ثم خلقنا النطفة علقة فخلقنا العلقة مضغة فخلقنا المضغة عظاما فكسونا العظام لحما ثم أنشأناه خلقا آخر فتبارك الله أحسن الخالقين ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون. ദ ഡെവലപ്പിംഗ് ഹ്യൂമൻ എന്ന ശ്രദ്ധേയമായ ഡോക്ടർ കേറ്റ് മൂറിൻ്റെ പുസ്തകം ലോകത്ത് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെല്ലാം ചർച്ച ചെയ്യപ്പെടുന്നതിന് മുമ്പ്, ശാസ്ത്രലോകം ഇത് അറിയുകയും പഠിക്കുന്നതിന് മുമ്പ് അള്ളാഹു നമ്മളെക്കുറിച്ച് പറയാണ്, നുത്തഫയിൽ നിന്ന്
അലക്കയാക്കി അല്ലെങ്കിൽ രക്തപിണ്ഡമാക്കി നിങ്ങളെ പരിവർത്തിപ്പിച്ചവൻ. ആ അലക്കയിൽ നിന്ന് അതിനെ മുളകയാക്കി സംവിധാനിച്ചവൻ, മാംസപിണ്ഡമാക്കി സംവിധാനിച്ചവൻ. ആ മുളക്ക് അസ്ഥിശകലങ്ങൾ, ഇലാമുകൾ നൽകി നമ്മെ ഒരുക്കി തയ്യാറാക്കിയവൻ. ആ ഇലാമിന് ലഹമു കൊണ്ട് പൊതിഞ്ഞ്, മാംസം കൊണ്ട് പൊതിഞ്ഞ് രൂപപ്പെടുത്തിയവൻ. എന്നിട്ട് ആ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത് ഫതബാറകല്ലാഹു അഹ്സനുൽ ഖാലിഖീൻ എന്നാണ്. അവിടെയും അല്ല പ്രയോഗിച്ചത് അഹ്സനുൽ ഖാലിഖീൻ എന്നാണ്. സൃഷ്ടികർത്താവിൽ അള്ളാഹുവിനേക്കാൾ മികവുള്ള, തികവുള്ള, പൂർണ്ണതയുള്ള ഒരു സൃഷ്ടാവും സൃഷ്ടികർത്താവുമില്ല. അവൻ അനുഗ്രഹീത പൂർണ്ണനാണ് എന്നാണ് അള്ളാഹു ആയത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഈ സ്റ്റെപ്പായ ഡെവലപ്പിംഗ് സ്റ്റേജുകളെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് അള്ളാഹു നമ്മളോട് പറയാണ്, ഇതൊന്നും നിഷേധിക്കാൻ ഒരു യുക്തിവാദിക്കും കഴിയില്ല, ഒരു സയന്റിസ്റ്റിനും കഴിയില്ല, ഒരു ലോകത്ത് ഒരു ബുദ്ധിജീവിക്കും കഴിയില്ല. ഇതെല്ലാം 100-ൽ 100 മാർക്ക് കൊടുക്കാൻ ഇവരൊക്കെ നിർബന്ധിതരാകും. ഏത് ദൈവനിഷേധിയും ഏത് മതനിഷേധിയും ഈ 100-ൽ 100 മാർക്ക് കൊടുത്തേ മതിയാവും. എന്നിട്ട് അല്ല ഒരു കാര്യം കൂടി പറഞ്ഞു, സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യതൂൻ, നിങ്ങൾ മരിക്കും. അതിനും സകല യുക്തിവാദികളും സകല ലിബറുകളിലും സകലരും സമ്മതിക്കും, മരണവും സത്യമാണ്. മരണത്തിന് രക്ഷപ്പെടാൻ എന്തൊക്കെ ചെയ്തു മനുഷ്യൻ നടന്നോ? ഇന്നല്ലെങ്കിൽ നാളെ മരണത്തെ അതിജയിക്കാനുള്ള മരുന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. നടക്കോ? ഇല്ല. എന്നിട്ട് മരിക്കും എന്നതിനും 100 മാർക്ക് കൊടുക്കാൻ ഈ ദൈവനിഷേധികളും പരലോക നിഷേധികളും ഒക്കെ നിർബന്ധിതരാകും. മൂന്നാമതല്ല പറഞ്ഞു, സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ, നിങ്ങൾ രണ്ടാമത് പുനഃസൃഷ്ടിക്കപ്പെടുക തന്നെ ചെയ്യും എന്നല്ല പറയുമ്പോൾ എന്തേ മുമ്പ് പറഞ്ഞ 2 വരികൾക്കും 100-ൽ 100 മാർക്ക് കൊടുത്ത് ടിക്കിട്ട മനുഷ്യന്റെ കൈ വിറക്കുന്നു. ആ സമയത്ത് വിരലുകളും ഹൃദയവും മനസ്സും തലച്ചോറും അള്ളാഹുവിന്റെ മുന്നിൽ വിനയാന്വിതമായി 100 മാർക്കല്ല 101 മാർക്ക് കൊടുക്കേണ്ട ആയത്താണത്. സുമ്മ ഇന്നക്കും ബഅദ ദാലിക ലമയ്യതൂൻ എന്ന് അല്ല പറയുമ്പോൾ അതിനുശേഷം സുമ്മ ഇന്നക്കും യൗമൽ ഖിയാമത്തി തുബഅസൂൻ, നിങ്ങളെ പുനഃസൃഷ്ടിക്കുക തന്നെ ചെയ്യും എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുമ്പോൾ അള്ളാഹുവിന്റെ മുന്നിൽ അങ്ങേയറ്റം വിനയാന്വിതമാകേണ്ട വരികളാണത്. ആ വരികൾക്ക് മുന്നിൽ വിനയാന്വിതമാകാൻ ISMകാരായി നമുക്ക് കഴിയണം, MSMകാരായി നമുക്ക് കഴിയണം, ഇസ്ലാഹി ആദർശ ബോധവും ബോധ്യവുമുള്ള നമുക്ക് കഴിയണം. നമ്മുടെ മനസ്സിൽ ഇത്തരം വസ്വാസുകൾ ഇട്ടുതരുന്ന, ഇത്തരം വികൃത വികല ചിന്തകൾ വെച്ചു പുലർത്തുന്ന, അത് ഇട്ടുതരാൻ ബോധപൂർവം ശ്രമിക്കുന്ന സകല ശക്തികൾക്കുമെതിരെ നമ്മുടെ മക്കളെ സ്വാധീനിക്കാൻ വേണ്ടി ഈ വലയും ഈ പറയുന്ന കുരുട്ട് ചിന്തകളുമായി കടന്നു വരുന്നവർക്ക് മുന്നിൽ അതിശക്തമായ ഖുർആൻ കൊണ്ടും സുന്നത്ത് കൊണ്ടും ഈമാനിന്റെ കരുത്തുകൊണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ടും മുഹമ്മദ് റസൂലുള്ളാഹി കൊണ്ടും നമ്മുടെ കുഞ്ഞുങ്ങളെ അതിശക്തമായ പ്രതിരോധ മതിൽക്കെട്ടുകൾ സൃഷ്ടിച്ച് കാത്തു സംരക്ഷിക്കാൻ നമുക്ക് കഴിയണം. ഇതിന് ഈ ആയത്തുകൾ നമുക്ക് പ്രചോദനമാകണം. ഇല്ല, ദൈവനിഷേധത്തിലേക്ക് എൻ്റെ കുട്ടികൾ പോവില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിഷേധിക്കുന്നതിലേക്ക് എൻ്റെ മകൻ പോവില്ല, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ ചോദ്യം ചെയ്യുന്നതിലേക്ക് എൻ്റെ കുട്ടി പോവില്ല. അല്ലാഹുവിന്റെ റസൂൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസുകളെ എൻ്റെ യുക്തിക്കും എൻ്റെ ബുദ്ധിക്കും പറ്റിയില്ല എന്ന് പറഞ്ഞ് തട്ടുന്നവരുടെ കൂട്ടത്തിൽ ഞാനും എൻ്റെ മക്കളും എൻ്റെ പേരമക്കളും എൻ്റെ ഉറ്റവരും ഉടയവരും ഉണ്ടാവില്ല. മറിച്ച് സമിഅനാ വഅതഅനാ എന്ന നിസാര എല്ലാ അർത്ഥത്തിലുള്ള പൂർണ്ണാർത്ഥത്തിലുള്ള അനുസരണവും വിധേയവും അള്ളാഹുവിന്റെ കൽപ്പനകളോട്, അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളോട് എനിക്കുണ്ടാകും, ഉണ്ടായേ മതിയാകും. അത്തരത്തിലൊരു തലമുറയെ വാർത്തെടുക്കാനാണ് ഇസ്ലാഹി പ്രസ്ഥാനം നൂറ്റാണ്ടുകളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. KJUവിന്റെ സമ്മേളനം വരാനിരിക്കുന്നു. 100 വർഷം പിന്നിടുന്ന ഒരു മഹാപണ്ഡിത സംഘടന. ലോകത്ത് ഇങ്ങനെയൊന്ന് ചൂണ്ടിക്കാണിക്കാൻ വേറെ എന്തൊന്നുണ്ട് ഈ മലയാള മണ്ണിൽ, ഇന്ത്യ മഹാരാജ്യത്തിൽ? ഇത്തരം രീതിയിൽ പരിവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ ഒരു മഹാപണ്ഡിത സഭയുടെ പിന്നണി പോരാളികളായ ആളുകളാണ് KNMന്റെയും ISMന്റെയും MSMന്റെയും MGM സ്റ്റുഡൻസ് വിങ്ങിന്റെയും പ്രവർത്തകരായ നമ്മൾ. നമ്മുടെ പെൺകുട്ടികളുടെ മനസ്സിൽ ഈമാനികമായ കരുത്ത് പകർന്നു നൽകാനുള്ള സെഷനാണ് ഇന്നവിടെ ഫിക്ര എന്ന പേരിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. MSMന്റെ നേതൃത്വത്തിലും നടക്കുന്നുണ്ട്. ഈ വരുന്ന ഡിസംബർ അവസാന ആഴ്ചകളിൽ അതെ ജൻ എം എന്ന തലക്കെട്ടിൽ മുഴുവൻ കുട്ടികളെയും ടീനേജുകാരെയും ലാ ഇലാഹ ഇല്ലല്ലാഹയിലും മുഹമ്മദ് റസൂലുള്ളാഹിയും ഉറപ്പിച്ചു നിർത്താനുള്ള ശ്രമങ്ങൾ. എന്തിനാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്? അള്ളാഹുവിനെ മറക്കുന്നവരായി നമ്മൾ മാറാൻ പാടില്ല. അള്ളാഹുവിന്റെ അസ്തിത്വത്തെ വെല്ലുവിളിക്കുന്ന ധിക്കാരികളായി നമ്മൾ പോകാൻ പാടില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തെ വെല്ലുവിളിക്കുന്ന, പ്രവാചകന്റെ ഹദീസുകളെ നിഷേധിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. ഇന്നത്തെ ഈ MDMA അടക്കമുള്ള ലഹരി ഉപയോഗിക്കുന്ന ലഹരി കൂട്ടങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. എന്തുമാകാം, ഏതുമാകാം, എന്തു തോന്നിവാസവുമാകാം എന്ന് പറഞ്ഞു പോകുന്ന ലിബറലുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. മറിച്ച് അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന ബോധവും നമുക്കുണ്ടാകണം. ഹൃദയം
പിടക്കുന്ന ഹൃദയത്തിന്റെ മുകളിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. മനുഷ്യ ഹൃദയത്തെക്കുറിച്ച്, മനുഷ്യന്റെ കാതുകളെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ വരികൾ കൂടി നിങ്ങൾക്ക് കാണാം. ഖുൽ ഹുവല്ലദീ അൻശഅകും വജഅല ലകുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദ ഖലീലൻ മാ തശ്കുറൂൻ. പിടക്കുന്ന ഹൃദയത്തിന്റെ അല്ലെങ്കിൽ നെഞ്ചിൽ കൈവച്ച് നമ്മളൊന്ന് ചിന്തിക്കുക. നമ്മുടെ ഉമ്മാൻ്റെ വയറ്റിൽ നിസാരം, വളരെ നിസാരമായ ദിവസങ്ങളോളം എടുത്ത് മിടിച്ചു തുടങ്ങിയ നമ്മുടെ ഹൃദയം എത്ര കൊല്ലായി മിടിക്കണം? നമ്മുടെ കൂട്ടത്തിൽ 15 വയസ്സുള്ള, 20 വയസ്സുള്ള, 30 വയസ്സുള്ള ISMകാരെന്ന നിലയിൽ 45 വയസ്സ് വരെയുള്ള ആളുകളുണ്ട്. നമ്മുടെ കാരണവന്മാരായ ആളുകൾ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ്. ISMകാരുടെ സമ്മേളനം ഇവിടെ നടത്തുമ്പോൾ ISM ചെറുപ്പക്കാരെ കൊണ്ട് ഈ ഹാള് നിറയണമെന്ന് പറയുമ്പോൾ ആ യുവാക്കളെ ഒന്ന് കാണാൻ ആഗ്രഹിച്ച് താല്പര്യത്തോടെ വരികയാണ് നമ്മുടെ കാരണവന്മാർ. എന്തേ? ഞങ്ങൾ മരിച്ചാലും ഈ തൗഹീദി വെളിച്ചം ജനങ്ങൾക്ക് പകർന്നു നൽകാൻ ചുറുചുറുക്കുള്ള യുവാക്കൾ ഉണ്ടാകുമെന്ന പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ അവരന്വേഷിക്കുകയാണ്. ഇന്നലെ രാത്രി വരെ ഇവിടെ ഉണ്ടവര്. എന്തേത്? നമ്മുടെ MSMന്റെ കുട്ടികൾ ISMന്റെ പ്രായം കഴിഞ്ഞ് KNMലേക്ക് പോകുന്നവരുടെ പുറകെ MSMൽ നിന്ന് ISMന്റെ വഴിയിലേക്ക് കാലെടുത്ത് വെക്കാൻ താല്പര്യപൂർവ്വം പ്രാർത്ഥനയോടെ നിൽക്കുന്ന നമ്മുടെ കുഞ്ഞനുജന്മാർ. ഇതൊക്കെയല്ലേ കണ്ണിന് കുളിർമ? ഇതൊക്കെയല്ലേ കണ്ണിന് കുളിർമ? നമുക്ക് കാരണവന്മാരായി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ധ്വജവാഹകരായി KNMമാർ മുന്നിൽ നിൽക്കുന്നു. നമ്മളോടൊപ്പം കട്ടക്ക് കൂടെ നിൽക്കാൻ MSMന്റെ കുട്ടികൾ ഉണ്ടാകുന്നു. നമ്മളുടെ കൂടെ നമുക്ക് വേണ്ടി പ്രാർത്ഥനയായി MGMന്റെ ഉമ്മമാരും സഹോദരിമാരും ഉണ്ടാകുന്നു. നമുക്ക് പ്രാമാണികമായ ദിശയും വഴിയും വെളിച്ചവും നൽകാൻ KJE എന്ന മഹാപണ്ഡിത സഭയും ഉണ്ടാകുന്നു. ഇതിലപ്പുറം എന്താണ് നമുക്ക് വേണ്ട ഈ ദുനിയാവിൽ? വഴിയായി, വെളിച്ചമായി. അതുകൊണ്ട് പിടക്കുന്ന ഹൃദയത്തിന്റെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട്, മിടിക്കുന്ന ഹൃദയത്തിൽ കൈവച്ചുകൊണ്ട് നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ ചിന്തിക്കുക. എൻ്റെ ഓരോ മിടിപ്പും, എൻ്റെ ഈ ലോകത്ത് പടച്ചറബ് നൽകിയ ആയസ്സും, എൻ്റെ അറിവും, എൻ്റെ ആരോഗ്യവും, എൻ്റെ സമ്പാദ്യവും എല്ലാ അർത്ഥത്തിലും ഞാനെന്ന ഭാവത്തെ വേരോടെ പിഴുതെറിഞ്ഞ് അള്ളാഹുവിൻ്റെ മുന്നിൽ ഞാൻ അങ്ങേയറ്റം വിനയാന്വിതനായിരിക്കും. എൻ്റെ സൃഷ്ടിപ്പ് തന്നെ അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ്. അള്ളാഹുവിൻ്റെ ആയത്തും അത് തന്നെയാണ്. ഞാൻ ഓതി വെച്ച ആയത്ത് ഞാൻ നിർത്തുകയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യനെയും ജിന്നുവർഗങ്ങളെയും അള്ളാഹു സൃഷ്ടിച്ചത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. നമ്മുടെ സൃഷ്ടിപ്പ് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ്. ഈ ദുനിയാവിലേക്ക് അള്ളാഹു നമ്മളെ പടച്ചു വിട്ടതിൻ്റെ ലക്ഷ്യം അതാണ്. അല്ലാണ്ട് ഇവിടെ കുറേ സംഭവമാകാനല്ല, ഇവിടെ എന്തൊക്കെയോ ആകാനല്ല. അതൊക്കെ ഭൗതികമായി ജീവിതത്തിൽ വന്നു ഭവിക്കുന്നതും വന്നു ചേരുന്നതുമാണ്. പക്ഷേ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന കൃത്യമായ അജണ്ടയോടുകൂടെയാണ് അള്ളാഹു നമ്മളെ ഈ ഭൂമിയിലേക്ക് വിട്ടത്. ആ അജണ്ടയിൽ നിന്ന് നമ്മൾ തെറ്റിപ്പോകരുത്. ആ അജണ്ടയിൽ നിന്ന് നമ്മൾ തെന്നിമറയരുത്. ആ അജണ്ടയിൽ ഒരു ഇളക്കവും പതർച്ചയും നമുക്കുണ്ടാകരുത്. പലപ്പോഴും പതർച്ചയും ഇളക്കവും ഉണ്ടാകുന്നത് തൗഹീദ് കൃത്യമായി അറിയാത്തത് കൊണ്ടാണ്, അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, അള്ളാഹുവിനെ കണക്കാക്കേണ്ട മുറപ്രകാരം കണക്കാക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും ദൈവനിഷേധത്തിലേക്കും നിരീശ്വര നിർമ്മതവാദങ്ങളിലേക്കും ലിബറൽ ചിന്തകളിലേക്കും അതേപോലെ തന്നെ ഷിർക്കിലേക്കും കുഫറിലേക്കും സൂഫിസത്തിലേക്കും ഒക്കെയൊക്കെ പോകാനുള്ള കാരണങ്ങൾ അതാണ്. അതുകൊണ്ട് അള്ളാഹുവിനെ അറിയേണ്ട മുറപ്രകാരം അറിയണം, അള്ളാഹുവിനെ ഉൾക്കൊള്ളേണ്ട മുറപ്രകാരം ഉൾക്കൊള്ളണം. അള്ളാഹുവിനെ അള്ള എങ്ങനെ പഠിപ്പിച്ചോ അതേപോലെ അറിയണം. ആ വിഷയത്തെക്കുറിച്ചാണ് വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി എന്ന വിഷയത്തെക്കുറിച്ച് അടുത്ത ക്ലാസ് നമുക്ക് കേൾക്കാനുള്ളത്. ഇതിങ്ങനെ ഒരു ചങ്ങല പോലുള്ള ക്ലാസ്സാണ്. അതുകൊണ്ട് ഇതിലൊന്നും വിട്ടുപോകാതെ കണ്ണും കാതും കൽബും തുറന്നുകൊണ്ടായിരിക്കണം മുഴുവൻ സഹോദരി സഹോദരങ്ങളും തുടർന്നുള്ള ഓരോ പഠന ക്ലാസ്സുകളെയും ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടത്. നമുക്ക് മുന്നോട്ട് പോകാം. ഈ വിശാലമായ പ്രപഞ്ചത്തിലെ ഒരുപാട് കോടാനുകോടി സൃഷ്ടിവർഗങ്ങളിലെ കേവലം ഒരു നിസ്സാര സൃഷ്ടി മാത്രമാണെന്നുള്ള ആഴത്തിലുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ ഒരു ബോധ്യത്തോടെ അള്ളാഹുവിൻ്റെ മുന്നിൽ നമുക്ക് വിനയാന്വിതരാകാം. അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും പരിഗണിക്കുകയും ചെയ്യുമാറാകട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിന അദാബന്നാർ വസല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.